നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ തുറുപ്പ് ചീട്ട് അല്ലെങ്കിൽ UDFിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആ മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രതിപക്ഷ നേതാവും UDF ചെയർമാനും കൂടിയായിട്ടുള്ള VD സതീശൻ തന്നെയാണ്. കഴിഞ്ഞ 5 വർഷക്കാലയളവിലെ UDFിൻ്റെ പ്രവർത്തനം അത് തന്നെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മുന്നണിക്ക് കൂടുതൽ കരുത്തായിട്ട് മാറുകയും ചെയ്യുന്നത്. തുടർച്ചയായിട്ടുള്ള 2 തോൽവികൾക്ക് ശേഷം 2021 പ്രതിപക്ഷ നേതൃ പദവി ഏറ്റെടുത്ത VD സതീശൻ അന്നു മുതൽ UDF എന്ന് പറയുന്ന സംവിധാനത്തെ ഐക്യജനാധിപത്യ മുന്നണിയെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാനസികമായി തകർന്ന് ആത്മവിശ്വാസമെല്ലാം നഷ്ടപ്പെട്ട ഒരു കൂട്ടം പാർട്ടികളെ ഒന്ന് ചേർത്തുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസം നിറച്ച് മുന്നോട്ട് കൊണ്ടുപോയി അതിനുശേഷം നടന്ന തദ്ദേശ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാം തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ ആ മുന്നണിയെ പ്രാപ്തമാക്കിയതിനു പിന്നിൽ VD സതീശൻ എന്ന് പറയുന്ന നേതാവിന്റെ പങ്ക് ചെറുതല്ല. ആ കരങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സതീശൻ തന്നെയാണ് UDFിന്റെ താരം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഈ കഴിഞ്ഞ ഫെബ്രുവരി 6 തുടങ്ങി മാർച്ച് 7 അവസാനിച്ച ഒരു മാസം നീണ്ടുനിന്ന പുതുയുഗ യാത്ര, VD സതീശൻ നയിച്ച ആ പുതുയുഗ യാത്ര തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ തലവര മാറ്റിമറിച്ച ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. UDFിൻ്റെ തന്നെ ആ ഭാവിയെ മാറ്റിമറിച്ച ഒരു യാത്രയായിട്ട് അത് ചരിത്രത്തിൽ ഇതിനോടകം അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ UDFിനെ കൂടുതൽ ഊർജം നൽകി മികവിലേക്ക് നയിക്കുന്ന ഒരു നേതാവ്, മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു നേതാവിനെയാണ് നമുക്ക് VD സതീശനിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ ഇടതുപക്ഷം, CPM, LDF VD സതീശൻ എന്ന് പറയുന്ന നേതാവിലേക്ക് തങ്ങളുടെ ആക്രമണമുന തിരിച്ചു വെച്ചിരിക്കുന്നത്. VD സതീശനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക, അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനുള്ള എല്ലാ വഴികളും തേടിക്കൊണ്ടാണ് CPM തങ്ങളുടെ പ്രചരണം മുന്നോട്ട് നയിക്കുന്നത്. അവിടെ തന്നെ VD സതീശൻ എന്ന് പറയുന്ന ആ നേതാവിനെ, ആ എതിർപക്ഷത്തെ യുദ്ധ പോരാളിയെ അവർ എത്രത്തോളം ഭയപ്പെടുന്നു എന്നതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് വിലയിരുത്താവുന്നതാണ്. തുടക്കം മുതൽ തന്നെ VD സതീശൻ പറയുന്ന ഒരു കാര്യമുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100+ സീറ്റുകളുമായിട്ട് അധികാരത്തിലേറും എന്നതാണ്. UDFിനെ തിളക്കമാർന്ന ഒരു വിജയത്തിലേക്ക് തനിക്ക് നയിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ താൻ രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നത് ഏതാണ്ട് 2 മാസം മുൻപ് അദ്ദേഹം ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തതാണ്. ഇപ്പോഴും അദ്ദേഹം ആ കാര്യം ആവർത്തിക്കുന്നുണ്ട്. UDFിനെ തിളക്കമാർന്ന ഒരു വിജയത്തിലേക്ക് നയിച്ച് അധികാരത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് തൻ്റെ പരാജയം തന്നെയാണ്, വ്യക്തിപരമായ തൻ്റെ പരാജയം മാത്രമാണ്. ആ നിമിഷം താൻ രാജിവെച്ചുകൊണ്ട് രാഷ്ട്രീയ വനവാസത്തിന് പോകും. പിന്നെ തന്നെ രാഷ്ട്രീയത്തിൽ കാണില്ല, കേരള രാഷ്ട്രീയത്തിൽ തന്നെ കാണില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇന്ന് അദ്ദേഹം പറവൂരിൽ തൻ്റെ നാട്ടിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം UDF 100 സീറ്റുകളുമായിട്ട് അധികാരത്തിൽ തിരിച്ചെത്തും എന്നാണ്. നമുക്കറിയാം VD സതീശൻ മികച്ചൊരു നേതാവ് മാത്രമല്ല, അദ്ദേഹം അങ്ങേയറ്റം മികച്ച ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും കൂടിയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മളത് കണ്ടതാണ്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ മികച്ച മുന്നേറ്റം നടത്താൻ UDFിന് കഴിഞ്ഞു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ 5-ൽ 4-ലും തിളക്കമാർന്ന വിജയം നേടി. ഒരു സീറ്റ് LDFിൽ നിന്നും UDF പിടിച്ചെടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 18 സീറ്റുകളും UDF കൈക്കലാക്കി. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മികച്ച റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി ആ മണ്ഡലം നിലനിർത്താൻ കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 30 വർഷത്തിനിടയിലെ UDFിൻ്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സ്വന്തമാക്കിയത്. ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ VD സതീശൻ പറഞ്ഞത് അക്ഷരം പ്രതി ഫലവത്താകുന്ന, അല്ലെങ്കിൽ അക്ഷരം പ്രതി അത് പ്രാവർത്തികമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ തൊട്ടു മുൻപ് നേടിയതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പറഞ്ഞു. അത് അതേപോലെ സംഭവിച്ചു. പുതുപ്പള്ളിയിൽ ഏതാണ്ട് 4 ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് പറഞ്ഞു, അതും സംഭവിച്ചു. ഒപ്പം തന്നെ പാലക്കാട്ടെയും നിലമ്പൂരെയും അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെല്ലാം തന്നെ അച്ചട്ടായിട്ട് മാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രവചനങ്ങൾ അതേപോലെ ഫലിച്ചു. ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം നടത്തിയ പ്രവചനം കൃത്യമായിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞത് ഏതാണ്ട് 4 കോർപ്പറേഷനുകൾ UDF ഭരണം പിടിക്കും. ഒറ്റ കോർപ്പറേഷൻ മാത്രമാണ് UDF നിലവിൽ ഭരണത്തിലുണ്ടായിരുന്നത്. അവിടെ നിന്ന് 4 കോർപ്പറേഷനിലേക്ക് UDF ഭരണത്തിലേക്ക് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ ഏതാണ്ട് 7 മുതൽ 8 വരെ ജില്ലാ പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. 55-60% മുനിസിപ്പാലിറ്റികളിൽ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞു.
55-60% പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ തന്നെ അക്ഷരം പ്രതി ഫലവത്താകുന്ന അല്ലെങ്കിൽ അക്ഷരം പ്രതി അത് നടപ്പിലാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചത്. 4 കോർപ്പറേഷനുകളിൽ UDF ഭരണത്തിലേറി 7 ജില്ലാ പഞ്ചായത്തുകൾ പിടിച്ചു. മുനിസിപ്പാലിറ്റികൾ നോക്കുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികൾ, ഏതാണ്ട് 55ഓളം മുനിസിപ്പാലിറ്റികൾ വിജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 80ഓളം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വിജയിക്കാൻ സാധിച്ചു. ഗ്രാമപഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 55-60% ഗ്രാമപഞ്ചായത്തുകളും വിജയിക്കാൻ UDF കഴിഞ്ഞു. അത്തരത്തിൽ അദ്ദേഹം ആ തെരഞ്ഞെടുപ്പുകളെ വിശകലനം ചെയ്യുന്ന, വിലയിരുത്തുന്ന ഒരു രീതി അത് അങ്ങേയറ്റം വേറിട്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളൊന്നും തന്നെ അങ്ങനെ തെറ്റായി പോകാറില്ല. അത്തരത്തിൽ മികച്ച ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ്, തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്നതിൽ വിദഗ്ധൻ കൂടിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് VD സതീശൻ എന്നത്. അപ്പോൾ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും അദ്ദേഹം തൻ്റെ പ്രവചനങ്ങൾ ഇപ്പോൾ ഒരു പ്രവചനം എന്ന നിലയിൽ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടത്. 100+ സീറ്റുകളോടുകൂടി UDF അധികാരത്തിലെത്തുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൽ കുറയുമോ ചോദിക്കുമ്പോൾ കുറയില്ല, എവിടെ കുറയാനാണ്, 100ലധികം സീറ്റുകളുമായിട്ട് UDF അധികാരത്തിലെത്തും. അതിന് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാരണം UDF മികച്ച രീതിയിൽ മുന്നേറുകയാണ്. UDFന് അനുകൂലമായ ഒരു തരംഗം വലിയ രീതിയിൽ സംസ്ഥാന വ്യാപകമായി അലയടിക്കുന്നുണ്ട്. സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധത, സർക്കാർ വിരുദ്ധ തരംഗം ഇവിടെ നിലനിൽക്കുന്നു. സർക്കാരിനെതിരെ തങ്ങൾ നേരത്തെ തന്നെ ഒരു കുറ്റപത്രം തയ്യാറാക്കി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. അത് ജനങ്ങൾ വിചാരണ ചെയ്ത് അതിനുള്ള ശിക്ഷ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അത്തരത്തിൽ UDFന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം സംസ്ഥാന വ്യാപകമായി ഉണ്ട്. അതിൻ്റെ ഗുണഫലം UDF വരുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ UDFിൽ ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് എന്ന് തനിക്ക് ഇതിനോടകം തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാകും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയാണ് അദ്ദേഹം 100ലധികം സീറ്റുകളുമായിട്ട് UDF അധികാരത്തിലെത്തുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ പല ജില്ലകളിലും UDF എത്രത്തോളം മുന്നേറും എന്ന് അദ്ദേഹം പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് അദ്ദേഹം കണക്ക് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഈ പോളിംഗിന് ശേഷം, ഇപ്പോഴത്തെ വിലയിരുത്തലിലാണ് 100 സീറ്റുകളെന്ന് താൻ പറയുന്നത്. പോളിംഗ് നടന്നു കഴിഞ്ഞാൽ, പോളിംഗിൻ്റെ ശതമാനം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വിശകലനം ചെയ്ത് കൂടുതൽ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് താൻ പറയാം. അത് ആ രീതിയിൽ തന്നെ ഫലം വരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ജില്ല തിരിച്ചുള്ള കണക്കുകൾ പറയുന്നത് തിരുവനന്തപുരത്ത് നിലവിൽ UDFിനെ സംബന്ധിച്ച് ഒരൊറ്റ സീറ്റാണുള്ളത്. തിരുവനന്തപുരത്ത് 14 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ കോവളം മാത്രമാണ് UDFിനെ നിലവിൽ കയ്യിലുള്ളത്. അവിടെ 8 സീറ്റുകൾ വരെ UDF ഇത്തവണ ജയിക്കാൻ പോകുന്നു എന്നാണ് VD സതീശൻ പറയുന്നത്. നോക്കണം, 1ൽ നിന്നും 8ലേക്ക് കുതിക്കുമെന്നാണ് VD സതീശൻ പറയുന്നത്. അടുത്ത ജില്ലയായിട്ടുള്ള കൊല്ലത്ത് ഏതാണ്ട് 11 സീറ്റുകളാണുള്ളത്. അവിടെ 2 സീറ്റുകൾ മാത്രമാണ് നിലവിൽ UDFിനുള്ളത്. അത് 2 കോൺഗ്രസിനാണുള്ളത്. അവിടെയും 7 മുതൽ 8 സീറ്റുകൾ വരെ UDF ജയിക്കാൻ പോകുന്നു എന്ന് VD സതീശൻ പറയുന്നു. അതായത് 2ൽ നിന്നും 8ലേക്ക് 4 ഇരട്ടിയോളം സീറ്റുകൾ അവിടെ വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ 2 ജില്ലകളിൽ നിന്ന് തന്നെയായിട്ട് ഏതാണ്ട് 16ഓളം സീറ്റുകൾ അവിടെ UDFിന് സ്വന്തമാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആലപ്പുഴയിലെ കണക്ക് ചോദിക്കുമ്പോൾ ആലപ്പുഴയിൽ അവിടെ കണക്കുകൾ തങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി വിശകലനം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിനുശേഷം ആലപ്പുഴയിലെ കണക്കുകൾ പറയാം. കോഴിക്കോട് പറയുമ്പോൾ കോഴിക്കോട് നില മെച്ചപ്പെടുത്തുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി അവിടെ എപ്പോഴും നില മെച്ചപ്പെടുത്തി കഴിഞ്ഞു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരണം UDF പിടിച്ചെടുത്തിരിക്കുകയാണ്. അവിടെ മികച്ച മുന്നേറ്റം ഈ കോർപ്പറേഷൻ നടത്തി, ഗ്രാമപഞ്ചായത്തുകളിൽ മികച്ച മുന്നേറ്റം നടത്തി. അതുകൊണ്ട് തന്നെ കോഴിക്കോടിനെ സംബന്ധിച്ച് ചോദ്യമേ ഉന്നയിക്കേണ്ട ഒരു ആവശ്യമില്ല. അവിടെ വലിയ രീതിയിലൊരു മുന്നേറ്റം UDF ഉണ്ടാക്കും. നിലവിൽ 2 സീറ്റുകൾ മാത്രമാണുള്ളത്. കോൺഗ്രസിന് 1 സീറ്റ് പോലും കോഴിക്കോട് ജില്ലയിലില്ല. എന്നാൽ അവിടെ ഇത്തവണ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും UDF വിജയിക്കും. 13 സീറ്റുകളുണ്ട്. അവിടെ 6 മുതൽ 7 വരെ സീറ്റുകൾ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് എറണാകുളത്തേക്ക് വോട്ടെണ്ണലിൻ്റെ ദിനം മെയ് 4 വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞാൽ കാസർഗോഡ് നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ, തെക്കോട്ട് വരുമ്പോൾ എറണാകുളം ജില്ലയിൽ എത്തുമ്പോഴേക്കും UDFിനെ കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കാസർഗോഡ് നിന്നും ഉള്ള ജില്ലകളിൽ എണ്ണം നോക്കി കഴിഞ്ഞാൽ എറണാകുളത്തേക്ക് എത്തുമ്പോൾ 8ാമത്തെ ജില്ലയാണ് എറണാകുളം. അവിടേക്ക് എത്തുമ്പോൾ UDFിനെ കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിയും. അതായത് 71 സീറ്റുകളിലധികം ഇത്രയും ജില്ലകളിൽ നിന്നിട്ട് UDFിന് നേടാൻ കഴിയും. അതിനുശേഷം തെക്കോട്ടുള്ള ജില്ലകളിലൂടെ എത്തിക്കഴിയുമ്പോൾ അവിടത്തോടെ കണക്കെടുത്താൽ ഈ പറയുന്ന 100 സീറ്റിലേക്ക് UDF എത്തും എന്ന കണക്കാണ് VD സതീശൻ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ പ്രവചനം നമുക്കങ്ങനെ എഴുതിത്തള്ളാൻ കഴിയില്ല. കാരണം മുൻകാല ചരിത്രങ്ങൾ അതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം, ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൊക്കെ തന്നെ VD സതീശൻ പ്രവചിച്ച രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഫലങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന പ്രവചനം നമുക്കങ്ങനെ കണ്ണുമടച്ച് എഴുതിത്തള്ളാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗിൻ്റെ ഓരോ
സ്പന്ദനവും തിരിച്ചറിയാൻ കഴിയുന്ന, ഓരോ പൾസും തിരിച്ചറിയാൻ കഴിവുള്ള ഒരു നേതാവാണ് വി.ഡി. സതീശൻ. അത്തരത്തിലുള്ള നേതാക്കൾ ചുരുക്കമാണ് കേരളത്തിൽ. അതിൽ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ് വി.ഡി. സതീശൻ. അതുകൊണ്ട് ജനങ്ങളുടെ പൾസ് അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വിശകലനം ചെയ്ത് പറയുന്ന ഒരു നേതാവാണ് അദ്ദേഹം. ഇതിനോടകം തന്നെ ഏതാണ്ട് 140 മണ്ഡലങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ട്, വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവിടുത്തെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് UDF 100-ലധികം സീറ്റുകളുമായിട്ട് അധികാരത്തിൽ എത്തുമെന്ന്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രവചനത്തെ, അദ്ദേഹത്തിൻ്റെ അവകാശവാദത്തെ എതിരാളികൾ പുച്ഛിച്ചു തള്ളിയാലും കേരള ജനതയ്ക്ക് അങ്ങനെ കണ്ണുമടച്ച് തള്ളിക്കളയാൻ കഴിയില്ല.